ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും എന്തേ ദുബായി പോയിട്ട് ഒറ്റ വീഡിയോയും കണ്ടില്ലല്ലോ എന്ത് പറ്റിയെന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷം ആദ്യം പറയാട്ടോ. നമ്മൾ സാറ്റർഡേ മോർണിംഗ് ആണ് അവിടെ എത്തിയത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബീഫൊക്കെ കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയത് കൊണ്ടും അവിടെ ചെന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കൊണ്ടും ഉറങ്ങി എഴുന്നേറ്റു ഭക്ഷണം കഴിച്ചു. അന്നത്തെ ഒരു സാറ്റർഡേ ഫുള്ള് നമ്മൾ റെസ്റ്റ് ചെയ്തു. കാരണം ഒരു 1 വീക്കിന്റെ പ്ലാനിങ്ങിലാണല്ലോ നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റർഡേ ധൃതി പിടിച്ച് എവിടേക്കും പോയില്ല. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് സൺഡേ ഡ്യൂട്ടിക്ക് പോയി. വിജയേട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ മോന് വയറുവേദന തുടങ്ങി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വയറുവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ അവൻ 2 മുട്ട ബുൾസൈ കഴിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എങ്ങാനായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അവനാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ എക്സർസൈസ് ചെയ്യുന്ന സൈക്കിളിൽ കയറി ഒന്ന് 4 റൗണ്ട് 4 പ്രാവശ്യം ചവിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് വല്ല മസിൽ കൊളത്തി പിടിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുത്തി. പക്ഷെ വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും അവന് വേദന കൂടി. അപ്പോൾ ഞാന് ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ ആണോ എന്ന് വിചാരിച്ച് ടാബ്ലറ്റ് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും അവന് വയറുവേദന മാറുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ വയറിനൊക്കെ ആകെ ഒരു എന്താ പറയുക കല്ലപ്പ് പോലെ എനിക്ക് തോന്നിയിട്ട് നമ്മൾ താഴത്തെ ക്ലിനിക്കിൽ പോയി. താഴത്ത് നമുക്കൊരു ജോസഫ് ക്ലിനിക്ക് ഉണ്ട്. അവിടെ പോയി. അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പൻഡിക്സിൻ്റെ ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം റൈറ്റ് സൈഡിൽ ഇത്തിരി ടെൻഡർനെസ് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കാൻ ചെയ്യണം, എക്സ്റേ എടുക്കണം. അപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ നമുക്കതിനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ വേഗം പോയി മോളെ വിളിച്ചു. ഹസ്ബൻഡാണെങ്കിൽ ഡ്യൂട്ടിയിലാണ് എത്തിയിട്ടില്ല. അങ്ങനെ ഞാൻ ആളെ വിളിച്ചു. അപ്പോൾ ആള് പറഞ്ഞു, "ഓക്കെ ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ വരാമെന്ന്" പറഞ്ഞു. വിജയേട്ടൻ 10 മിനിറ്റിനുള്ളിൽ എത്തി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് എക്സ്റേ എടുത്തു, സ്കാൻ ചെയ്തു. അപ്പോഴൊക്കെ അവന് ഭയങ്കര വേദനയായി തുടങ്ങി. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണെങ്കിലോ ഡോക്ടർക്കാണെങ്കിൽ അപ്പൻഡിക്സിൻ്റെ ഒന്നും കാണാനുമില്ല. എക്സ്റേയിലാണെങ്കിലും അങ്ങനെയൊന്നും ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ കൊടുത്തു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, "ബ്ലഡിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ നോർമലാണ്. പിന്നെ അപ്പൻഡിക്സ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വേദനയുടെ ഇഞ്ചക്ഷൻ കൊടുക്കും. വേദന അപ്പൻഡിക്സിൻ്റെ ആണെങ്കിൽ അവന് വേദന കുറയില്ല. പിന്നെ അവന് ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകീട്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അങ്ങനെ അപ്പൻഡിക്സിൻ്റെ ആണെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കാനൊന്നും തോന്നില്ല. അവർക്ക് ഫുഡ് കാണുമ്പോഴേ വൊമിറ്റ് ചെയ്യാനാണ് തോന്നുക. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ടിപ്പോൾ വേദന ഒന്ന് കുറഞ്ഞെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളിവിടെ അഡ്മിറ്റ് ആക്കും. നാളെ രാവിലെ നമ്മൾ വീണ്ടും സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് അതിൽ ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് സിടി സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്കാകെ ടെൻഷനായി. കാരണം നമ്മളിപ്പോൾ നാട്ടിലായതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ അവിടെ നമ്മൾ ഇൻഷുറൻസ് എടുക്കാറില്ല. കാരണം നമ്മളിപ്പോൾ നാട്ടിലാണ്. പിന്നെ നമുക്കിപ്പോൾ അവിടെ ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ കുറച്ച് ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ടല്ലേ പോണുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ പോയ പിറ്റേ ദിവസം തന്നെ ഇങ്ങനൊരു വള്ളിക്കെട്ട് നമ്മുടെ തലയിൽ വരും നമ്മൾ വിചാരിച്ചില്ല. അപ്പോൾ അവിടെയൊക്കെ ഹോസ്പിറ്റല് എന്ന് പറയണമെങ്കിൽ ഒത്തിരി എക്സ്പെൻസ് ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞു, "ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാട്ടിൽ പോവാമെന്ന്" പറഞ്ഞു. നമുക്ക് ടിക്കറ്റ് ആണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിന് ഫെസിലിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് നാട്ടിലോട്ട് വരാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, "നിങ്ങൾ സൈൻ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞ് കൺസെന്റ് സൈൻ ചെയ്ത് പൊക്കോളൂ" എന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും നേരം നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ചെലവഴിച്ച് ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ഇതൊക്കെ ആയതിന് തന്നെ നമുക്ക് ഏകദേശം ഒരു 1,00,000ന്റെ അടുത്ത് ബില്ലായിട്ടോ. അപ്പോൾ അതാണ് അവിടെയുള്ള ഹോസ്പിറ്റലിലൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്ത് ആഹ് വേദനയുടെ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഉറങ്ങി. പിന്നെ അവൻ എഴുന്നേറ്റപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചടുപടേന്ന് വേഗം അല്ലെങ്കിൽ നമ്മൾ കമ്പനി വഴിയായിട്ടാണ് വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നത്. ഇത് നമ്മൾ എമർജൻസി ആയിട്ട് പെട്ടെന്ന് ചെയ്തു. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം തന്നെ തിരിച്ച് ഇങ്ങോട്ട് പോന്നു. അതുകൊണ്ടാണ് ആ ഒരു 2 ഡേയ്സേ നമ്മൾ ദുബായിൽ ഉണ്ടായുള്ളൂ. പെട്ടെന്ന് നമ്മൾ നാട്ടിൽ പോന്നു. അപ്പോൾ അതുകൊണ്ടാണ് ട്ടോ ദുബായിലുള്ള വീഡിയോസൊന്നും നിങ്ങൾ കാണാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് വരാം. എന്തായാലും നമുക്കിഷ്ടപ്പെട്ടത് നാടല്ലേ. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ദുബായി പോയാലും എനിക്ക് തിരിച്ച് നാട്ടിൽ വരണംന്ന് വലിയ ഇഷ്ടമാണ് ട്ടോ. അപ്പോൾ നാട്ടിൽ വന്നു. നമ്മളിപ്പോൾ എന്താന്ന് വെച്ചാല് വന്നിട്ട് ഇപ്പോൾ നമ്മളൊരു 1 വീക്ക് ആയിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കുന്ന വീഡിയോ ആണ് ട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പച്ചപ്പയറൊക്കെ ഇരുന്ന് നന്നാക്കി. പച്ചപ്പയർ നാടൻ പയറായിരുന്നു ട്ടോ. നിറച്ച് പുഴു ഉണ്ടായിരുന്നു, നാശായതും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വേസ്റ്റായി. അങ്ങനെ 1 കിലോ പയറ് മേടിച്ചതിൽ ഇത്രയും പയറാണ് കിട്ടിയത്. പിന്നെ നമുക്ക് നാളെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ സവാളയും തക്കാളിയൊക്കെ തൊലി കളഞ്ഞ് ക്ലീനാക്കി അതും പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പച്ചപ്പയർ റെഡി ആയിട്ടുണ്ട്. നാളെ മുട്ടക്കറി വെക്കാനുള്ള സവാളയും തക്കാളിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ നമുക്ക് പടപടേന്ന് പണികൾ തുടങ്ങാമല്ലോ. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ എനിക്ക് ട്ടോ
ഒരു കുറേ നേരം ജോലി ചെയ്യുമ്പോൾ ഞാൻ ആകെ ടയേർഡാവും. അപ്പോൾ എല്ലാ പണിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു പണി വീക്കായി പോവും. അപ്പോൾ കട്ടിംഗൊക്കെ തലേദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ കുക്കിംഗ് നല്ല എന്താ പറയാ സന്തോഷത്തോടു കൂടെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ കട്ടിംഗ് കഴിഞ്ഞ് കുക്കിങ്ങിന് നേരാകുമ്പോഴേക്കും എൻ്റെ ഇൻട്രസ്റ്റ് പോവും. അപ്പോൾ നമ്മുടെ പാചകത്തിൻ്റെ ടേസ്റ്റും പോവും. അപ്പോൾ ഇത് ഞാൻ നാളേക്ക് നമുക്ക് പയറുപ്പേരി വെക്കണം. പിന്നെ മീൻകറി വെക്കണം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി വെക്കാണ് ട്ടോ. എനിക്ക് പൊതുവേ കറി വെക്കുമ്പോൾ ഇപ്പോൾ പച്ചക്കറി അരിയുക എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഉള്ളിയും വെളുത്തുള്ളിയും തൊലി കളയുക, അതായത് കറി കാച്ചാൻ നേരമാകുമ്പോഴേക്കും ഉള്ളി വെളുത്തുള്ളി തൊലി കളയുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാര്യമാണ്. ഞാന് ദുബായിലൊക്കെ ആയിരുന്നപ്പോൾ ടിവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയാ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് കുപ്പിയിലൊക്കെ ആക്കി വെക്കുമായിരുന്നു ട്ടോ. ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ അങ്ങനെ ഇതുവരെയും ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ ചെയ്യണം. കാരണം എനിക്ക് ആഹ്, കറി വെക്കണ നേരത്ത് ഇത് കാച്ചാറാവുമ്പോ ഈ ഉള്ളിയും വെളുത്തുള്ളിയും തൊലി കളയുന്ന ഒരു കാര്യം ആലോചിക്കുമ്പോ എനിക്ക് ദേഷ്യാണ് ട്ടോ. അത് ഓൾറെഡി ഇണ്ടെങ്കി പിന്നെ നമ്മള് നന്നായിട്ട് കറി കാച്ചും ചെയ്യും. പിന്നെ നമുക്കതിന്റെ എന്താ പറയാ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് മീൻ കറിക്കും ഉപ്പേരി കാച്ചാനൊക്കെ വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും വേപ്പില വരെ കഴുകി അതിനാക്കി വെക്കാണ് ട്ടോ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കി ഈ ചെപ്പുകളൊക്കെ നിരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ കറി വെക്കുമ്പോ നമുക്ക് ഈസി പരിപാടിയാണ്. അപ്പൊ നമുക്ക് സന്തോഷായിട്ട് കറി വെക്കാം. അങ്ങനെ നമ്മൾ ഏതൊരു ജോലിയായാലും കുക്കിംഗ് ആയാലും ഏതൊരു ജോലിയായാലും നമ്മള് ഇഷ്ടത്തോടു കൂടെ ചെയ്താ മാത്രാണ് അതിന്റേതായ റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ? അപ്പോ ആ ഒരു ഇഷ്ടം കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പകുതി പണി തലേദിവസം ചെയ്തു വെക്കുന്നത്. നാളെ രാവിലെ എഴുന്നേൽക്കുമോന്ന് പോലും ഒരു പ്രതീക്ഷയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ നമ്മളുടെ ഒരു വീട്ടമ്മമാരുടെ ഒരു ഡേ കടന്നു പോകുന്നത്. ഇത് നാളെ രാവിലെ പുഴുങ്ങാനുള്ള മുട്ടയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഇരുന്നായിരുന്നതാണ്. രാവിലെ തന്നെ ഫ്രിഡ്ജീന്ന് എടുത്ത് മുട്ട പുഴുങ്ങാനിടുമ്പോൾ തണുത്തിരിക്കില്ലേ. അപ്പൊ ഞാൻ മുട്ട പുഴുങ്ങേണ്ട ദിവസം തലേദിവസം തന്നെ ഇങ്ങനെ ആക്കി വെക്കും. പച്ചമുളക് ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ടാട്ടോ ഇപ്പൊ മേടിക്കാറുള്ളത്. അങ്ങനെ ഒരുപാടൊന്നും മേടിച്ച് വെക്കാറൊന്നുമില്ല. കാരണം നമ്മൾക്കിപ്പോ തൊട്ടടുത്ത് കടകളുണ്ട് പോയി മേടിക്കാലോ. അപ്പോൾ മേടിച്ച തക്കാളിയും പച്ചമുളകൊക്കെ കഴുകി തന്നെ ഫ്രിഡ്ജിൽ വെക്കാന്ന് വിചാരിച്ച് വെള്ളം വാലാനായിട്ട് വെച്ചേക്കാണ് ട്ടോ. ഇനി എന്താ അപ്പോ പച്ചമുളകും വേപ്പിലയൊക്കെ എടുത്ത് വെക്കാനായിട്ട് ടിഷ്യൂല് പൊതിഞ്ഞ് വെക്കാണ്. അങ്ങട് ദുബായിലായിരുന്നപ്പോഴാണ് നമ്മൾ ഈ വേപ്പിലയൊക്കെ പൊന്നും വില കൊടുത്ത് മേടിക്കാന്ന് പറയുന്ന പോലെ മേടിച്ച് അത് വളരെ സൂക്ഷിച്ച് എങ്ങനെ ഇത് സൂക്ഷിച്ചെടുത്ത് വെക്കുന്നുള്ള ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ട്ടോ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ യൂട്യൂബില് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ അവരിൽ നിന്നൊക്കെ കിട്ടിയ ഐഡിയ തന്നെയാണ് ഈ ടിഷ്യൂ പേപ്പറിൽ വെക്കുക, കഴുകി നന്നായി വെള്ളമൊക്കെ കളഞ്ഞിട്ട് അത് ബാസ്ക്കറ്റിൽ വെച്ചതിന് ശേഷം വീണ്ടും ടിഷ്യൂ പേപ്പർ വെച്ച് അടയ്ക്കുക. പിന്നെ ഇടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ അതിൽ നനവ് തോന്നുകയാണെങ്കിൽ നനവ് തോന്നുകയാണെങ്കിൽ ടിഷ്യൂ മാറ്റി വെക്കുക. അതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അറിവുകളും ആണ്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രാവശ്യം വേപ്പില വേടിച്ചിട്ട് അതുപോലെ തന്നെ വെച്ച് ചീഞ്ഞും കരിഞ്ഞും പോയിട്ടൊക്കെ ഉണ്ട് ട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോ അത് ഒരുപാട് നാളിരിക്കും. പിന്നെ ഇവിടെ ഇപ്പൊ നമുക്കത് ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും വേപ്പില എന്ന് പറയുന്നത് കറിവേപ്പില സുലഭമായിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്പോ വീട്ടിൽ ചെന്നാലും ഒരു 2 തണ്ട് അങ്ങട് പൊട്ടിച്ച് കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതിനത്രയും പ്രാധാന്യം ഇല്ല. എന്നിരുന്നാലും നമ്മൾ അവിടുന്ന് ശീലിച്ച് പോന്നിരുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോഴും നമ്മളങ്ങനെ ടിഷ്യൂ വെച്ച് വെള്ളം കളഞ്ഞ് വീണ്ടും ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് അങ്ങനെ വെക്കുന്നുന്ന് മാത്രം. അത്രേ ഉള്ളൂ ട്ടോ. പിന്നെന്താ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നാളെയെക്കുറിച്ച് ഒരു ഉറപ്പില്ലെങ്കിലും നാളെയെക്കുറിച്ചുള്ള ഓരോ പ്രിപ്പറേഷൻസാണ് നമ്മളുടെ അമ്മമാരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അല്ലേ? ഇപ്പൊ എല്ലാ അമ്മമാരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. "നാളെ എന്ത് കറി വെക്കും? നാളെ എന്ത് കറി വെക്കുംന്ന്?" ഞാനിത് വൺസ് ഒരു പ്രാവശ്യം വിജയനോട് ചോദിച്ചപ്പോൾ വിജയൻ പറഞ്ഞു, "അത് കറി വെക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണെന്നാണ്" പറഞ്ഞത്. ഇപ്പോഴൊന്നുമല്ല വർഷങ്ങൾക്ക് മുന്നേ. ഞാനാകെ ഞെട്ടിപ്പോയി. കറി വെക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല നമുക്കിത് കാരണം എന്റെ വീട്ടിലായാലും ഇപ്പൊ എന്റെ വീട്ടില് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴായാലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടിട്ടുള്ളതാണ്. "എന്തിട്ടപ്പച്ചാ കറി വെക്കാ? അല്ലെങ്കിൽ എന്തിട്ട് നാളെ കറി വെക്കണ്ടേ?" എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അതുപോലെ തന്നെ ഞാനും നോർമലി ചോദിച്ചുന്നൊള്ളൂ ട്ടോ. പക്ഷെ പിന്നീട് ഞാൻ എപ്പ വിജയേട്ടൻ എന്റെ അടുത്ത് ചിലപ്പോ ഇങ്ങട് ചോദിക്കും, "നാളെ എന്താ നമുക്ക് കറി?" ചോദിച്ചാ ഞാൻ പറയേ, "അത് കറീനെ കുറിച്ച് താല്പര്യം ഇല്ലാത്തോണ്ടാ നാളെ വെക്കും പറഞ്ഞാ മതി" എന്ന് ഞാൻ പറയും ട്ടോ. കാരണം നമ്മളതൊരു യൂഷ്വൽ ടോക്ക് പോലെ ഒരു ചോദ്യം പോലെ ഞാൻ ചോദിച്ചു പോയതാണേ. അപ്പൊ അങ്ങനെ നാളെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നാളികേരൊക്കെ വറു നാളികേരൊക്കെ ചിരകി കഴിഞ്ഞു. അപ്പൊ ഈ ഒരു കുഞ്ഞ് എന്താ പറയാ കോരി കണ്ടോ? ഇത് രൂ. 25 ട്ടോ. നമ്മുടെ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ എനിക്ക് ഈ നാളികേരം ചിരകി കഴിഞ്ഞിട്ട് അതിന്റെ എന്താ പറയാ ചിരവയുടെ നാക്ക് അല്ലേ? അതിലിങ്ങനെ നാളികേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിഷ്ടല്ല. അപ്പൊ എനിക്കതെല്ലാം നന്നായി തുടച്ച് തട്ടി കളഞ്ഞിട്ട് അതിന്റെ ക്യാപ്പ് ഇട്ട് വെച്ചാലാണ് ആ ഒരു പണി പൂർത്തിയാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വേടിച്ച് വെച്ചിരിക്കുന്ന ഈ അടുത്ത് വേടിച്ചതാട്ടോ അത്. കുഞ്ഞ് ഇതാണ് ട്ടോ. സാധാരണ നമ്മളുടെ തുണി വെച്ചിട്ടൊക്കെ ആക്കുമ്പോ അതിന്റെ നൂല് അതില് പിടിക്കുന്നു. അത് ഷാർപ്പായിട്ടുള്ള ഒരു സംഭവമല്ലേ. അപ്പൊ അതില് നമ്മളിങ്ങനെ ഇട്ട് ഒരയ്ക്കുമ്പോ നൂല് പിടിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഇത്തിരിയും കൂടെ യൂസ്ഫുൾ ആണ്.
അപ്പോൾ ദേ നമ്മുടെ അപ്പം വളരെ ഈസി ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അപ്പത്തിന് കലക്കാനായിട്ട് വറുത്ത അരിപ്പൊടി ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചിരകിയ നാളികേരവും പഞ്ചസാരയും പഞ്ചസാര ആവശ്യത്തിന് ആ ഒരു ഫെർമെന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിനുള്ള പഞ്ചസാരയും, ഉപ്പും പിന്നെ ഈ ഈസ്റ്റും. ഇത് ഞാന് അവിടെ ദുബായിന്ന് വരുമ്പോൾ മേടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ ഈസ്റ്റും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിങ്ങനെ പണ്ടൊക്കെ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ കപ്പി കാച്ചുക, കുറുക്കി ഒഴിക്കുക, പിന്നെ കുറുക്കി ഇത് ചൂടാറി വെയിറ്റ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയറൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞാനും വെള്ളയപ്പം ഉണ്ടാക്കാറുള്ളത്. ഇപ്പൊ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലും ഇങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം കിട്ടും. പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ പണി മെനക്കെടാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നേ? അതുകൊണ്ട് പിന്നീട് ഞാൻ എപ്പഴും ഇങ്ങനെ ഉണ്ടാക്കാറ് ട്ടോ. അപ്പൊ നമ്മുടെ വറുത്ത അരിപ്പൊടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അരിപ്പൊടിയിലേക്ക് നമ്മള് അടിച്ചെടുത്ത മിക്സിയില് നമ്മളുടെ പഞ്ചസാരയും, ഉപ്പും, നാളികേരവും, ഈസ്റ്റും, വെള്ളവും കൂടി അടിച്ചെടുത്ത ആ അരപ്പ് ഞാന് ഈ പൊടിയിലേക്ക് അങ്ങട് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കുഴയ്ക്കാണ് ട്ടോ. കൈകൊണ്ട് കുഴയ്ക്കുമ്പോ അതില് നന്നായി മിക്സ് ആവും. സ്പൂണോണ്ട് കുഴയ്ക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെയാണ്. അപ്പോ നനവ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ആ മിക്സിയുടെ ജാറില് കഴുകിയ വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ട്ടോ ആ മാവിനെ അരിപ്പൊടീനെ ഇങ്ങനെ ലൂസാക്കി എടുത്തത്. എന്നിട്ട് ഇനി അതിലും ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നന്നായി അടിച്ച് പിന്നെ നമ്മൾ ഈ ചേർത്ത എല്ലാ കാര്യങ്ങളും പൊടിയായിട്ട് നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്ത ആ മിക്സിനെ വീണ്ടും നന്നായിട്ട് മിക്സിയുടെ ജാറില് അടിച്ചെടുക്കാണ്. അപ്പൊ നല്ല മിനുസത്തില് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ബാറ്റർ ഇങ്ങനെ ശരിയാവും. അങ്ങനെ ഞാൻ ഓരോരോ ബാച്ചായിട്ട് ഒരു 2, 3 പ്രാവശ്യായിട്ട് ആ എല്ലാ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവും ഇതുപോലെ അടിച്ച് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് ഇനി നമുക്ക് ഒട്ടും എയറൊന്നും കടക്കാത്ത ഒരു പാത്രത്തിലാക്കിയിട്ട് മൂടി വെക്കാം ട്ടോ. ഇനി കിച്ചന്റെ സ്ലേവിന് നല്ല തണുപ്പായിട്ടിരിക്കുന്ന സ്ഥലമാണെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക്കിന്റെ പാത്രമോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള തുണിയോ വെച്ചിട്ട് അതിന്റെ മേലെ വെക്കാം. പിന്നെ വെള്ളയപ്പത്തിന് ഈസ്റ്റ് എന്ന് പറയുന്നതൊക്കെ എന്താ പറയാ, ഏത് തണുപ്പുള്ള നാട്ടിലായാലും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് പൊന്തുമെന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല. ഇഡ്ഡലി, ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും തണുപ്പ് ഒരു പ്രശ്നമായിട്ട് വരാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവര് ഇതുപോലുള്ള പാത്രത്തില് അടിച്ചിട്ട് അതിന്റെ താഴെ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം വെക്കോ, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തുണി വെക്കോ, അതായത് തണുപ്പ് കേറാൻ പറ്റാത്ത രീതിയിലാക്കി വെക്കുക. ഇനിയിപ്പോ ഒട്ടും ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ഓവൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിന്റെ ഡോറ് തുറന്ന് ഓവന്റെ ഉള്ളിലാക്കിയിട്ടും വെക്കാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞുട്ടോ. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് തിങ്കളാഴ്ച ആണ് ഈ ഒരു വീഡിയോ പിടിക്കുന്നത്. അപ്പൊ തലേദിവസം സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിയും ചിക്കനും ആയിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും മക്കളും വൈകിട്ട് അതാണ് ചൂടാക്കി കഴിച്ചത്. കാരണം സ്കൂളിലേക്ക് അവർക്ക് ബിരിയാണി ചിക്കനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ തലേദിവസത്തെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ വൈകിട്ടത്തെ ഡിന്നർ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിന്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ദേ നാളെ രാവിലെ ഉണ്ടാക്കാനുള്ള നമ്മളുടെ വെള്ളയപ്പത്തിന്റെ ഹീറോയിനെ താഴെ എടുത്ത് വെക്കണ്ടേ. അപ്പോൾ വെള്ളയപ്പച്ചട്ടി താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അത്യാവശ്യം എന്താ പറയാ, ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ദേ മീൻ കഴുകൽ പ്രക്രിയയിലേക്ക് കടക്കാണ്. അതുകൊണ്ടാണ് ഫുഡ് കഴിക്കലും ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തു വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മീനുമ്മ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, അതൊരു മണവും പിന്നെ പിന്നെ നമ്മൾ പിടിക്കുന്ന പാത്രത്തിലും ഒക്കെ ആ ഒരു സ്മെല്ലൊന്നും ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് കിച്ചണൊക്കെ ഒരുവിധം എല്ലാം ഒതുക്കി ക്ലീൻ ആക്കി ഇട്ടതിന് ശേഷം മീൻ കഴുകാൻ നിക്കുന്നത് ട്ടോ. അപ്പോൾ മീൻ കഴുകാനായിട്ട് ഞാന് വിനാഗിരിയും ഉപ്പും ഇട്ടിട്ടാണ് കഴുകുന്നത്. വിനാഗിരി ഏകദേശം തീരാറായതുകൊണ്ട് തന്നെ ഞാൻ ആ കുപ്പിയുമ്മെ പിടിച്ചിട്ട് തന്നെയാണ് അത് ഒഴിക്കണേ. ഉപ്പും പാത്രത്തുമ്മെ പിടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ മീൻ കറി ഉണ്ടാക്കുമ്പോഴായാലും എന്താ പറയാ, മീൻ കഴുകി വൃത്തിയാക്കുമ്പോഴും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ വേറൊരു കുഞ്ഞി പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമ്മള് കയ്യിലെടുക്കുന്നതും സ്പൂൺ എടുക്കുന്നതും ഉപ്പ് പാത്രത്തുമ്മെ പിടിക്കുന്നതും എല്ലാത്തിലും ആ ഒരു മീനിന്റെ സ്മെല്ലാവില്ലേ അതുകൊണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ കെട്ടി അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ട്ടോ ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ആ വെള്ളവും കട്ടയായിട്ട് ഇരിക്കുമ്പോൾ മീൻ നല്ല ഫ്രഷ് ആയിട്ടാവും നാളെ ഇരിക്കുക. പക്ഷെ നമ്മൾ കുറച്ചധികം നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം. കാരണം ഒരു ഐസും കട്ട വിട്ട് കിട്ടാനായിട്ട് സമയമെടുക്കും അതുകൊണ്ട്. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന വെള്ള ചൂരയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിനി എപ്പോഴെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് വറക്കാം എന്ന് വിചാരിച്ചിട്ട് അയില മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ അവര് നന്നായി എന്താ പറയാ, നല്ല കട്ട് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് ട്ടോ നമുക്ക് തരുന്നത്. നമുക്ക് വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടൊന്ന് കഴുകുക, ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെട്ടി പോവാത്തത് വല്ലതുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ദേ വിനാഗിരിയുടെ കുപ്പിയും കഴിഞ്ഞു, പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിനി നമുക്ക് വേസ്റ്റ് ഇടുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ സംഭവങ്ങൾ വേറെ, ഫുഡിന്റെ വേസ്റ്റ് വേറെ അങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്മെല്ലൊന്നും ഇല്ലല്ലോ.
ഈ ഒരു ഭാഗത്ത് മാത്രമേ നമ്മളുടെ മീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ളൂ. അപ്പോൾ അതിനുപയോഗിച്ച പാത്രവും പിന്നെ സിങ്കും ഒക്കെ കഴുകി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് സിങ്ക് കഴുകുന്നതിൻ്റെ ഒപ്പം തന്നെ സിങ്കിനോട് ചേർന്നിട്ടുള്ള ആ ടൈലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കഴുകും കേട്ടോ. കാരണം വല്ല സോപ്പും പത തെറിച്ചതോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നും ഇതൊക്കെ ഇങ്ങനെ ഡെയിലി നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കതൊരു വലിയ ഭാരപ്പെട്ട പണിയൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷിൻ്റെയും ഡിഷ് വാഷിൻ്റെയും ബോട്ടിലൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അതും എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്നോളും. അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയാ ലിക്വിഡിൻ്റെ ബോട്ടിലൊക്കെ കണ്ടിട്ടില്ലേ? അതിൻ്റെ നെക്ക് ഭാഗമൊക്കെ ഇങ്ങനെ ലിക്വിഡൊക്കെ ആയിട്ട് ഇങ്ങനെ ആകെ മോശമായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ എല്ലാം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി രാത്രി നമുക്ക് മെഡിസിൻ കഴിക്കണം. വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ കിച്ചൺ അടയ്ക്കുകയാണ്. ഓ! എന്തൊരു സമാധാനം. അപ്പോൾ കിച്ചണിലെ പണിയും വീട് വൃത്തിയാക്കലും മാത്രം ചെയ്താൽ പോര. നമുക്ക് നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് മീനൊക്കെ വെട്ടിയത് കൊണ്ടും മീൻ വെട്ടുകയല്ല, മീനൊക്കെ കഴുകി വൃത്തിയാക്കിയത് കൊണ്ടും ഇനിയിപ്പോൾ രാത്രി നല്ലൊരു കുളിയൊക്കെ കുളിച്ചിട്ട് നല്ല ചൂടുവെള്ളത്തിലൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നാൽ നല്ല സുഖം ഉറക്കമാണ് ഇനി അടുത്തൊരു കാര്യം. ഉറക്കത്തിനൊന്നും പിന്നെ നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. എത്ര ചുമയുണ്ടായ സമയത്തായാലും എന്തൊക്കെ കാര്യങ്ങളായാലും ഉറക്കത്തിന് എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നാളെ കാണാം. ഓ! എന്തൊരു വേഗം ഞാനീ പറയുന്ന സ്പീഡിൽ തന്നെ ഒന്ന് കിടന്നുള്ളൂ. ദേ അലാറടിച്ചു. രാവിലെയായി. ഇനി വീണ്ടും രാവിലെ നമ്മളുടെ അടുത്ത ഡ്യൂട്ടി. അപ്പോൾ രാവിലെ ഞാൻ പതിവ് പോലെ തന്നെ എന്നും തിരി കത്തിക്കാറുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാലോ. അപ്പോൾ അതുപോലെ തന്നെ തിരിയൊക്കെ കത്തിച്ചു. ആ ഒരു തിരി അവിടെ കത്തിയിരിക്കുമ്പോൾ അതിന് എന്താ പറയാ, അതൊരു ചെറിയ തിരിയാണ്. പക്ഷെ അതിൽ നിന്ന് വരുന്ന ആ ഒരു പോസിറ്റിവിറ്റി. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതങ്ങനെ ചെയ്യാത്തവരാണെങ്കി നമുക്കൊക്കെ കൃഷ്ണൻ്റെ രൂപമോ, ഈശോയുടെ പടമോ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരിക്കുമല്ലോ. എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലൊരു ചെറിയ തിരി മേടിച്ച് രാവിലെ തന്നെ അത് കത്തിച്ച് വെച്ചിട്ട് നമ്മളുടെ പണികൾ തുടങ്ങും. അതൊരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് ട്ടോ. ഉണർന്നു വരുന്ന നമ്മുടെ മക്കളായാലും അവരെഴുന്നേറ്റ് വരുമ്പോൾ അവിടെ ഒരു തിരി കത്തുന്നത് കാണുമ്പോഴുണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നേരം കൊന്തെത്തിക്കുക, കുർബാന കാണുക, പ്രാർത്ഥിക്കുക എന്ന് നമുക്ക് അതൊക്കെ ചെയ്യുന്നതിന് നമുക്കൊരു പരിധികളുണ്ട്. ഇപ്പം നമ്മുടെ മക്കളായാലും ബിസിയാണ് നമ്മളെല്ലാവരും. അങ്ങനത്തെ ഒരു ലൈഫിലോട്ടൊന്നും നമുക്ക് അധികം പോകാനൊന്നും പറ്റുന്നില്ല. പക്ഷേ എന്നും രാവിലെ കാണുന്ന ഈ ഒരു തിരിയുടെ വെളിച്ചം, അതൊരു വെളിച്ചം തന്നെയാണ്. അതൊരു പോസിറ്റിവിറ്റിയാണ്. എന്തായാലും ഞാന് രാവിലെ കിച്ചണിൽ വന്നു. അപ്പോൾ കിച്ചണൊക്കെ നോക്ക് നല്ല കാറ്റ് വരുന്നുണ്ട് ട്ടോ. ഇപ്പൊ നമുക്കിവിടെ വൃശ്ചികക്കാറ്റാണ് അല്ലേ, വൃശ്ചിക മാസമായല്ലോ. അപ്പോൾ നമുക്ക് തൃശ്ശൂരാണ് നമ്മൾ സാധാരണ ഈ ഒരു സമയമാകുമ്പോൾ ഭയങ്കര കാറ്റാണ്. അതായത് ഒരു സന്ധ്യ ഒരു 5 മണി 4 മണിയൊക്കെ സമയമാകുമ്പോൾ കൊടുങ്കാറ്റ് പോലെ കാറ്റാണ് ട്ടോ. നമ്മൾ ഈ 8ാമത്തെ ഫ്ലോറിലായതുകൊണ്ട് നമുക്ക് ഈ ഒരു എയർ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതിന്റെ ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റും. നമ്മൾ ആദ്യം വീട്ടിലൊക്കെ ആയിരുന്നപ്പോൾ തന്നെ നമുക്ക് കാറ്റിങ്ങനെ ഇലകള് ടച്ച് ആവുന്നതിന്റെ അങ്ങനത്തെ ഒരു ശബ്ദമല്ലേ നമുക്ക് കേൾക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് എയർ ഇങ്ങനെ റോൾ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ നല്ല കാറ്റാണ്. അപ്പോൾ വൃശ്ചികക്കാറ്റെന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന സീസണാണ് മണ്ഡലക്കാലം അല്ലെ, മണ്ഡലക്കാറ്റെന്ന് പറയും. പിന്നെ നമുക്കിവിടെ ഷഷ്ഠികൾ തുടങ്ങുന്ന ഒരു ഷഷ്ഠി എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലാണ് ട്ടോ. അപ്പോൾ സാധാരണ ഈ കാറ്റ് വീശുമ്പോൾ എല്ലാവരും ഷഷ്ടിക്കാറ്റ് വീശി തുടങ്ങി എന്നും പറയും. അതൊക്കെ കേൾക്കാൻ നല്ല സുഖവും നല്ല ഓർമ്മകളും എന്താ പറയാ ഒരു നാടിൻ്റെ നന്മയൊക്കെയുള്ള പദങ്ങളാണ് ട്ടോ ഈ ഷഷ്ടിക്കാറ്റും വൃശ്ചികക്കാറ്റും ഒക്കെ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ വൃശ്ചികക്കാറ്റും ഷഷ്ടിക്കാറ്റൊക്കെ കൊണ്ട് കഴിഞ്ഞ് ദേ നമ്മളുടെ മാവ് എന്തായെന്ന് നോക്കാം. അപ്പോൾ പാത്രം തുറന്നപ്പോൾ അപ്പത്തിന് മാവൊക്കെ നന്നായി പൊന്തിയിരിക്കുന്നുണ്ട്. അപ്പം ഞാനത് ബാറ്റർ നന്നായി ഒന്ന് ഇളക്കി വെച്ചു. അത് കഴിഞ്ഞ് നമ്മളതിൽ ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും ഉപ്പും ഇട്ട് വീണ്ടും ഇളക്കാണ് ട്ടോ. ഇവിടെ നമുക്ക് വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ കറി കൂട്ടിയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിലും ഇത്തിരി മധുരത്തിലുള്ള വെള്ളയപ്പം കഴിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഇനിയിപ്പോൾ ഇതിനെ വെള്ളയപ്പം എന്നാണോ പാലപ്പം എന്നാണോ, എനിക്കെല്ലാം വെള്ളയപ്പമാണ് ട്ടോ. ഇനിയിപ്പോൾ അത് ഈസ്റ്റ് ഇട്ടുണ്ടാക്കിയാലും കള്ളൊഴിച്ചുണ്ടാക്കിയാലും എല്ലാം വെള്ളയപ്പം തന്നെ. അപ്പോൾ നമ്മൾ തലേദിവസം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള എന്താ പറയുക സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും എല്ലാം ഞാൻ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കണ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുക്കിംഗ് ചെയ്യാനല്ല ഒരുപാട് നേരം വേണ്ടത്. കുക്കിംഗ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതൊരു ശ്രദ്ധാപൂർവ്വം വേണ്ട പൊടികളും എല്ലാം ഇട്ട് വഴറ്റുക, ക്ഷമ വേണം.
അത് ചെയ്യുക എന്നതിനേക്കാളും അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ചിക്കൻ കറി വെക്കുമ്പോൾ ചിക്കൻ കഴുകണം, അത് തിരുമ്മി വെക്കണം, സവാള അരിയണം, അതിന് ഇഞ്ചി പച്ചമുളകും തൊലി കളയണം. ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസിനാണ് കറി വെക്കുന്നതിനേക്കാളും എഫേർട്ടും സമയവും എടുക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടക്കറിയാണ് കേട്ടോ വെക്കുന്നത്. ഒരു ഈസി പീസി മുട്ടക്കറിയാണ്. അപ്പോൾ ദേ ഞാൻ കുക്കർ വെച്ചു. കുക്കർ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും ഇട്ടു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റല്ല നമ്മൾ ചതച്ചെടുത്തത്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഉപ്പും ഇട്ട് നന്നായി അത് നന്നായി ഇളക്കി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കർ മൂടി വെക്കുകയാണ് കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. എന്നാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടാറില്ലേ നമുക്ക് ഉള്ളിക്കറി അതുപോലത്തെ ഒരു കറി. അപ്പോൾ അതിനി അവിടെ ഇരുന്ന് കുക്കർ വിസിലടിക്കട്ടെ. അപ്പുറത്ത് ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും തിളയ്ക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ നന്നായി വെള്ളമൊക്കെ പോയി ഡ്രെയിൻ ആയിട്ടുണ്ട്. ഞാനിവിടെ കഴുകി തുടയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. പാത്രം കഴുകുക, ഇതുപോലെ സ്റ്റാൻഡിൽ കമഴ്ത്തി വെക്കും. നേരം വെളുത്ത് വരുമ്പോഴേക്കും അതിലൊരു തുള്ളി വെള്ളം പോലും ഉണ്ടാവില്ല. അപ്പോൾ വെള്ളമൊക്കെ ഡ്രെയിനായി ഒക്കെ ഇതായതിന് ശേഷം നമുക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. കാരണം നമ്മളുടെ കുഞ്ഞ് അടുക്കളയാണ്. നമുക്ക് കുറച്ച് സൗകര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം കഴുകിയ പാത്രങ്ങൾ അപ്പോൾ എടുത്ത് മാറ്റിയാലാണ് നമുക്ക് അടുത്ത ട്രിപ്പ് കഴുകുന്ന പാത്രങ്ങൾ വിശാലമായിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഉള്ള സ്ഥലത്ത് ഉള്ളതുപോലെ. അപ്പോൾ രാത്രി ഞാൻ എന്താ പറയുക നമ്മുടെ ഫിൽറ്ററിൽ വെള്ളം ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഫിൽറ്ററിൻ്റെ വേസ്റ്റ് വരുന്ന വെള്ളം കൊണ്ടാണ് കേട്ടോ നമ്മുടെ പുറത്ത് ചെടികളൊക്കെ നമുക്ക് 4 ചട്ടിയുള്ളൂ. ആ 4 ചട്ടിയിൽ വെള്ളം നനയ്ക്കാറുള്ളത് ഈ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളമാണ്. അപ്പോൾ അതിലിനി വെള്ളമൊക്കെ നിറയട്ടെ. അപ്പോൾ നമ്മളുടെ പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്നൊന്നായിട്ട് ചെയ്യാനായിട്ട് കിച്ചണിൽ എപ്പോഴും മക്കള് സ്കൂളിൽ പോകുന്ന വരെ നമ്മൾ ബിസി തന്നെയാണ് കേട്ടോ. അപ്പോൾ മക്കള് സ്കൂളിൽ പോകുന്ന വരെയുള്ള സമയത്ത് എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് മിക്കപ്പോഴും അവർ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെയാണ് സ്കൂളിൽ കൊണ്ടുപോകാറുള്ളത്. ചോറ് കൊണ്ടുപോകുന്നത് വളരെ വിരളമായിട്ടാണ് കൊണ്ടുപോകാറുള്ളൂ. കാരണം അവർക്ക് മോനാണെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് അതിൻ്റെ കറിയുടെ സ്മെല്ല് അവനൊട്ടും ഇഷ്ടമല്ലാന്ന് പറയുന്നത്. പാത്രം ഇങ്ങനെ തുറക്കുന്ന സമയത്ത് അവന് മറ്റുള്ള കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോഴായാലും ഉച്ച സമയത്ത് വരുന്ന ഈ ഫുഡുകളുടെ മണം അവന് പറ്റുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് ഞാൻ ഇതുപോലെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ മുട്ട ഇടുന്നത്. കാരണം പെട്ടെന്ന് മുട്ട ഇടുമ്പോൾ ഇനി അത് പൊട്ടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുക്കർ തുറക്കാറായിട്ടുണ്ട്. 2, 3 വിസിൽ വരുമ്പോൾ നമുക്കിനി അതിലേക്ക് പൊടികളൊക്കെ ഇടാം. അപ്പോൾ ഞാൻ എല്ലാ പൊടികളും എടുത്ത് വെക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും കാര്യങ്ങളുള്ളൂ കേട്ടോ. ഇതൊന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഞാൻ പറയാറുള്ള പോലെ തന്നെ എനിക്കിതെല്ലാം ഒരു കൈക്കണക്കാണ് എന്തിനും. അപ്പോൾ മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്. ഇത്രയും കൂടി ഞാനൊരു പാത്രത്തിലാക്കി വെക്കുകയാണ്. കാരണം നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടും രാവിലത്തെ സമയം ഒരു ജടുപിടു ആയതുകൊണ്ടും ആ സമയത്ത് ഇനി പൊടികളൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് ഇതൊക്കെ തുറന്ന് വെക്കണ സമയത്ത് വെക്കുന്നു, തുറക്കുന്നു. ഏതെങ്കിലും ഒരു ഡബ്ബ താഴ്ത്തി വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി പണിയായി. സമയമില്ലാത്ത സമയത്താണ് പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ. കാരണം നമ്മളുടെ ധൃതി കൊണ്ടാണത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ അത് കുക്കറൊക്കെ തുറന്നു. അപ്പോൾ നമ്മളുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ഒരൊറ്റ കൊട്ട് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പൊടികളായി. ആ നേരം കൊണ്ട് തന്നെ നമ്മൾ എടുത്ത ഡബ്ബകളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ കിച്ചൻ്റെ സ്ലേവ് ആണെങ്കിലും എപ്പോഴും നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരുന്നോളും. അപ്പോൾ നമ്മളുടെ മുട്ടക്കറി നമ്മൾ പൊടികളൊക്കെ ഇട്ടു നന്നായിട്ട് ഇങ്ങനെ എണ്ണ കാണുന്ന വരെ നന്നായി വഴറ്റി അതിന് സമയം കൊടുക്കണം കേട്ടോ. ഇതിനൊന്നും അധികം സമയമൊന്നും വേണ്ട. പിന്നെ ആ കറിക്കൊന്ന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര. നമുക്കെപ്പോഴും അങ്ങനെയല്ലേ ഉള്ളിക്കറി എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയ മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് തൊലിയൊക്കെ കളഞ്ഞ് മുട്ട ഞാനിങ്ങനെ എന്താ പറയുക മസാലയൊക്കെ കയറാനായിട്ട് കത്തി കൊണ്ട് വരയൊക്കെ വരച്ച് 3 മുട്ട എനിക്കും മോൾക്കും മോനും അങ്ങനെ 3 മുട്ടയിട്ടുണ്ട്. നല്ല രസമല്ലേ ഉള്ളിക്കറി കാണാനായിട്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എളുപ്പമുള്ള കറിയാണ്. പ്രത്യേകിച്ച് അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പത്തിൻ്റെ കൂടെയായാലും ചപ്പാത്തിയുടെ കൂടെയായാലും കഴിക്കാം. എന്തായാലും നമ്മളെപ്പോഴും വെള്ളയപ്പം ഉണ്ടാക്കുമ്പോഴാണ് ഈ കറി ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിച്ച് ഉണ്ടാക്കുന്നത് ഇപ്പം കഴിക്കാനായിട്ടുള്ള വെള്ളയപ്പമാണ്. മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളയപ്പമാണ് ഞാനിങ്ങനെ ദോശപ്പാനിൽ ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശപ്പാനിൽ ഉണ്ടാക്കുന്ന വെള്ളയപ്പത്തിൻ്റെ കട്ടി എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അവർക്ക് അവിടെ ചെന്നാലും അത് കഴിക്കാനും എളുപ്പമായിരിക്കും. നമ്മളിങ്ങനെ വെള്ളയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നടുഭാഗം ഇത്തിരി പൊന്തിയിട്ടും അരികു ഭാഗം ഇങ്ങനെ ലെയ്സ് പോലെയല്ലേ വരിക. അപ്പോൾ അവിടെ ചെന്ന് കഴിക്കാറാകുമ്പോഴേക്കും ആ ലെയ്സൊക്കെ ഇങ്ങനെ തളർന്ന് ഒടിഞ്ഞ് പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലായിട്ടുണ്ടാവും.
ദേ നോക്കിയേ, നമ്മളൊരു കപ്പി കാച്ചിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ വെള്ളയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടാട്ടോ വന്നിരിക്കണേ. അപ്പൊ ആരെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. ഇപ്പൊ ദേ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 2 തരത്തിലുണ്ടാക്കുമ്പോൾ എനിക്കും എൻ്റെ പണി ഒപ്പപ്പം കഴിയും ചെയ്യും ട്ടോ. അപ്പൊ ഇപ്പൊ കഴിക്കാനുള്ള വെള്ളയപ്പം ഇങ്ങനെ, സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളയപ്പം അങ്ങനെ. അപ്പൊ 2 റെഡി ആയിട്ടുണ്ട്. അപ്പൊ 2 പാത്രത്തിലാവുമ്പോൾ നമ്മുടെ പണിയും വേഗം തീരും. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂരൊക്കെ പോയി വന്നു. ഒരു ഉച്ചയായപ്പോഴാണ് ട്ടോ പിന്നെ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പച്ചപ്പയറ് ഉപ്പേരി വെക്കണം. ഉപ്പേരിയല്ല, മെഴുക്ക് വരട്ടി. ഇവിടെ തൃശ്ശൂര് ഞങ്ങൾക്ക് എപ്പോഴും എന്തും ഉപ്പേരിയാണ്. ഇപ്പൊ നാളികേരം ഇട്ട് വെച്ചാൽ ഉപ്പേരിയാണ്. ഇപ്പൊ ഈ കോട്ടയം സൈഡിലുള്ളവർക്ക് പറയാം എന്താ ശർക്കര ഉപ്പേരിയും കായ വറുത്തതാണ്. അവരൊക്കെ അതിനെയാണ് ഉപ്പേരി എന്ന് പറയാ. നമുക്കിവിടെ എന്തുണ്ടാക്കിയാലും അത് ഉപ്പേരിയാണ് ട്ടോ. അപ്പോൾ പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഉപ്പേരിയല്ല, മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും, ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായി ചതച്ചതും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെ നന്നായി മൂത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ മെഴുക്ക് വരട്ടിയാണേലും ഉപ്പേരിയാണേലും വെക്കുമ്പോൾ വെളുത്തുള്ളിയാണ് ട്ടോ അധികം ചേർക്കാറുള്ളത്. അത് നന്നായി മൂത്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒരു കളറിന്, പിന്നെ എരിവിന് ആവശ്യമായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് കുത്തിപ്പൊടി മുളകാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ദേ നമ്മൾ ഇന്നലെ കഴുകി വൃത്തിയാക്കി വെച്ച പച്ചപ്പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അതിങ്ങനെ ഇളക്കി യോജിപ്പിക്കാനായിട്ട് ഇത്തിരി പാടായതുകൊണ്ട് ഞാൻ അങ്ങനെയേ വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് ആവി കയറി കഴിയുമ്പോൾ അതൊന്ന് ചുങ്ങും. അപ്പം നമുക്ക് ഞാൻ ഇളക്കി യോജിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആവശ്യമുള്ളത്ര ഉപ്പ് ഇട്ട് പയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആക്കാണ് കേട്ടോ. നമുക്കിവിടെ എല്ലാം ഉപ്പേരി ആയതുകൊണ്ടേ പക്ഷേ മെഴുക്ക് വരട്ടികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതായത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ ഉണ്ടാക്കണം. അപ്പോൾ ദേ നമുക്ക് മീൻകറി വെക്കണം. മീൻകറി വെക്കേണ്ടത് ചട്ടിയിൽ ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക്, വേപ്പില, പിന്നെ എന്താ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ കുടംപുളി വെള്ളം ശരിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇഞ്ചി ഉണ്ട് ട്ടോ. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞതാണേ. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ എന്തോ വിട്ടുപോയല്ലോ, ഇഞ്ചി വിട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഈ എല്ലാ പൊടികളും പിന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിരുമ്മി ഉടച്ചിട്ടുണ്ട് കേട്ടോ. ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഉടയണം നന്നായിട്ട്. അത് നന്നായി ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മളുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് മസാലയൊക്കെ മീനിലേക്ക് നന്നായി പിടിപ്പിച്ചു. ഓ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്, അല്ലേ? വെറുതെ പറയുന്നതല്ല കേട്ടോ, ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ കുടംപുളി ഇട്ട് വെച്ച വെള്ളം അതിലൊഴിക്കുകയാണ്. അപ്പോൾ കുടംപുളി ഇവിടെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറി ഒഴിക്കുമ്പോൾ അവൻ പറയും അമ്മേ കുടംപുളി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ 3 കുടംപുളിയാണ് അതിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ കഷ്ണങ്ങളാക്കി ഇടാണ് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചീന്തി ഇടുന്നത്. പിന്നെ ഈ കറി വെക്കുമ്പോൾ ഇത്രയും വെള്ളമൊന്നും ചേർക്കരുത്. സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആ കുടംപുളി ഇട്ടിട്ട് ഒരു തുണ്ട് വെള്ളവും ഒഴിച്ച് അതിങ്ങനെ നല്ല പറ്റിച്ച് വെക്കണം. അതായത് ചട്ടിയോട് ചേർന്നിരിക്കണം മീനിൻ്റെ കഷ്ണങ്ങളും കറിയുടെ ചാറും. അതാണ് എക്സാക്ട്ലി ഈ കറിയുടെ ടേസ്റ്റ്. പക്ഷേ ഇവിടെ എൻ്റെ മക്കൾക്ക് ചോറിൽ ചാറായിട്ട് ഇങ്ങനെ ഒഴിക്കണം. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കും ചാറില്ലേ ചാറില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ആ മീൻ കറി ഉണ്ടാക്കുന്നത്. ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെയല്ല. വെള്ളം വളരെ കുറവ് ഉപയോഗിച്ച് കറി വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ മീൻ കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ അതേ നമ്മുടെ മീൻ കറി ഫൈനലി ഈ ലുക്കിലെത്തിയിട്ടുണ്ട്. നമ്മുടെ പച്ചപ്പയർ മെഴുക്ക് വരട്ടിയും അവിടെ ശരിയായിട്ടുണ്ട്. അതൊക്കെ കറി വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മക്കൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു. അപ്പോൾ അവർക്കിന്ന് നൂഡിൽസാണ്. ഈ നൂഡിൽ നമ്മൾ ദുബായിൽ നമ്മൾ ചെന്ന പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉള്ള സമയത്ത് രാവിലെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരാഴ്ച ഉണ്ടല്ലോ അവർക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രം. പിന്നെ ഇതിനിടയ്ക്ക് നമ്മളുടെ കുറച്ച് വാഷിങ്ങും പരിപാടികളും മോനെ പഠിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് അവർക്ക് പരീക്ഷ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പഠിപ്പിക്കാനിരിക്കുന്നത് നിങ്ങൾ വീഡിയോ തുടങ്ങിയപ്പോൾ കണ്ടത്. ഇപ്പോൾ ഭയങ്കര പഠിപ്പിക്കലാട്ടോ. ഈ ആശാരിമാരുടെ പോലെയാണ്. സമയം അടുക്കുമ്പോഴാണ് പണിയുടെ ധൃതി കൂടുകയെന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ പഠിപ്പ്. മോൻ്റെ പഠിപ്പ് അങ്ങനെയാണ്. പിന്നെ അവനെ അപ്പോഴേ പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. നേരത്തെ പഠിപ്പിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ വൈകിട്ട് ഊണ് കഴിക്കുന്ന നേരമായപ്പോൾ നമ്മൾ ചോറും പച്ചപ്പയറും മെഴുക്ക് വരട്ടിയും മീൻ കറിയും കണ്ടോ. ഈ മീനിൻ്റെ ചാറ് ഒരിക്കലും ഇതിപ്പോൾ ഇങ്ങനെയല്ല. ഇതിപ്പോൾ ചാറ് ചോറിലൊഴിക്കുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ചാറ് കണ്ടോ ചോറിലിങ്ങനെ കാണാം. ഇങ്ങനെ എൻ്റെ മക്കൾക്ക് കാണണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ എക്സാക്ട്ലി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ശരിക്ക് ഈ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചാറിൽ വെക്കരുത്. പറ്റിച്ച് വെക്കുന്നതാണ് ഇങ്ങനെ മീൻ മുളകിട്ട കറികളുടെ ടേസ്റ്റ്. ഇനി എന്താ ദേ മാസം അവസാനമാകുന്നു. അടുത്ത മാസം തുടങ്ങുന്നു. ഇനി ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് അല്ലേ? അപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ ഞാനിവിടെ ആയതുകൊണ്ട് എനിക്ക് എന്നിലൂടെ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒന്നും മറന്നു പോവാതിരിക്കാനും പെട്ടെന്ന് ചെയ്യാനും വേണ്ടിയിട്ടാണ് ട്ടോ ഞാനിങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പൊ നമുക്കതൊക്കെ ടിക്കറ്റ് പോയി കഴിയുമ്പോ ഒരു സമാധാനം കിട്ടും. ഒന്നും വിട്ടു പോവാതെ നമ്മള് തന്നെ ചെയ്യണ്ടേ? ഒന്നും മറന്നുപോയി എന്ന് പറഞ്ഞാല് അത് നമ്മളുടെ ഒരു അശ്രദ്ധയാണ്. അപ്പൊ അതുകൊണ്ട്. അപ്പൊ നമ്മള് പലപ്പോഴും കേട്ടിട്ടുണ്ട് നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്, അധികം ചിന്തിക്കരുതെന്നൊക്കെ. പക്ഷേ നാളെയെക്കുറിച്ചുള്ള ചിന്തകള് തന്നെയാണ് ഇന്നത്തെ ഓരോ ദിവസവും അല്ലേ? നമ്മള് പലപ്പോഴും പലരും നശിച്ചു പോകുമ്പോ പറയും. അപ്പഴും അവര് കുറ്റപ്പെടുത്തും. അവന് നാളെയെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ ഇന്ന് ആർഭാടം കാണിച്ച് ജീവിച്ചതുകൊണ്ടാണെന്നും പറയും. അപ്പോ എങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ച് നോക്കിയാലും നാളെയെക്കുറിച്ചുള്ള ചിന്തകള് തന്നെയാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം അതിന് വേണ്ടിയും കൂടെ നമ്മള് ചെലവഴിച്ചാലാണ് നമുക്ക് നാളെ ഉണ്ടായാല് അത് സന്തോഷായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും ഒരു അടുക്കും ചിട്ടയും ഉള്ള ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ നാളെയെക്കുറിച്ചുള്ള വീക്ഷണങ്ങള് ഇന്നേ നമുക്കുണ്ടാവണം ട്ടോ. അപ്പോൾ കിട്ടുന്ന ഓരോ ദിവസവും നമുക്ക് സന്തോഷായിട്ട്, സമാധാനായിട്ട് ഇരിക്കാനായിട്ട് കുറച്ച് പ്ലാനിങ്ങും പദ്ധതികളൊക്കെ വളരെ നല്ലതാണേ. അപ്പൊ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാറില്ല എങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണേ. ഇപ്പൊക്കെ എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.